ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു തവണയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പച്ചരിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര കപ്പോളം ചോറിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പോളം വൈറ്റ് അവിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ സമമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ല നമുക്ക് സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ദോശക്കല്ല് വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ നമ്മളെ ദോശ ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെയ്യാണ് ഇഷ്ടം എന്നുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിലായാലും വെളിച്ചെണ്ണയായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം നമ്മളിതിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആറി വന്നാൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇതിങ്ങനെ വേകാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും പിടിക്കൂലേ. ഇനി നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം. നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു സമയം പോലും ഇതിനാവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി ആട്ടോ. അപ്പം നമ്മൾ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കുട്ടി ദോശ കേട്ടോ ഇത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ. താങ്ക് യു.